പത്തനംതിട്ട കോന്നി അതുമ്പുംകുളം ആവോലിക്കുഴിയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. പ്രദേശവാസികളാണ് ആദ്യം കണ്ടത്. ഇത് കൃഷിയിടമാണ്. കപ്പ, വാഴ, കോലിഞ്ചി തുടങ്ങിയ കൃഷികൾ ചെയ്യുന്ന ഇടമാണ്. ആ കൃഷിഭൂമിയിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഈ കാട്ടാനയെ കണ്ടിരുന്നോ? കഴിഞ്ഞ ദിവസങ്ങളിലല്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ കാട്ടാനയും കടുവായും പുലിയും കാട്ടുപന്നിയും ഒക്കെ നിത്യ സന്ദർശകരാണ്. ഇതിനെതിരെ പരാതി കൊടുത്തിരുന്നോ വനം വകുപ്പിൽ? മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട്. DFO ഓഫീസിൽ എൻ്റെ പേപ്പർ വന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട്. പക്ഷേ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നടപടികൾ എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ബീറ്റ് ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്നത് അവരോട് പറഞ്ഞാൽ ഉടനെ അവർ സ്ഥലത്തെത്തിച്ചേരുന്നുണ്ട്. അവർ ക്യാമറ വെക്കുകയും പുലി വന്നെന്ന് പറഞ്ഞാൽ അവർ ക്യാമറ വെക്കും, ക്യാമറ നോക്കും, ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് പോകും. ഇവിടെ സോളാർ ഫെൻസിങ് സ്ഥാപിച്ചിരുന്നു. സോളാർ ഫെൻസിങ്ങിൻ്റെ സ്ഥാപിച്ചു തന്നാൽ അതാണല്ലോ അവിടെ കാണുന്നത്. കമ്പി കാണുന്നുണ്ട്. സോളാർ ഫെൻസിങ് എനിക്കറിയത്തില്ല, കമ്പി കാണുന്നുണ്ട്. അതായിരിക്കും ഒരുപക്ഷെ ആന ചരിഞ്ഞതിന് കാരണം. ആന ചരിഞ്ഞതിന് കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ലല്ലോ. അത് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയട്ടെ. അവർ നടപടി നടത്തുന്നുണ്ടല്ലോ. ആന ചരിഞ്ഞതിൻ്റെ കാരണം നമുക്ക് വ്യക്തമല്ല. കർഷകരൊക്കെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഇവിടെ കർഷകരൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇവിടെ കൃഷി മൊത്തം പന്നിയും ഒക്കെ നശിപ്പിക്കുന്നത്. അത് പന്നിയുടെ ശല്യം മാത്രമല്ല, ഇവിടെ മെമ്പർ സൂചിപ്പിച്ച പോലെ ഇവിടെ പുലി ഈ 2-3 ദിവസത്തേക്ക് മുമ്പ് വരെ പുലി ഇവിടെ ഭയങ്കര 2-3 പട്ടികളെയൊക്കെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് അവിടെ ക്യാമറ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാമറയിലൊന്നും ഇതുവരെ അങ്ങനെ തെളിഞ്ഞിട്ടില്ല എന്നാണ് അറിവ് കിട്ടിയത്. പക്ഷേ 2-3 പട്ടിയെ ഇപ്പം പുലി കൊണ്ടുപോയി. പിന്നെ ആനയുടെ ശല്യം ഭയങ്കര ശല്യമാണ് ഈ പ്രദേശത്ത്. അതായത് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് വനം. പക്ഷേ വനത്തിൽ നിന്നും ആനയൊക്കെ ഇറങ്ങിയാണ് കൃഷിയിടം എല്ലാം നശിപ്പിച്ച് വളരെ അത് പറഞ്ഞ സോളാർ വേലികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നശിപ്പിച്ച് ആന ഇറങ്ങത്തക്ക ഒരു വിശേഷമാണ്. ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. ഇവരുമറിഞ്ഞ് വനപാലകർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വനപാലകർ മേൽനടപടി സ്വീകരിക്കുകയാണ്. എന്തായാലും ഇലക്ട്രിക്യൂഷനാണ് പ്രാഥമികമായിട്ട് നമുക്കുള്ള നിഗമനം. അപ്പം പ്രതിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. താമസിക്കുക തന്നെ നമ്മൾ പ്രതിയെ ക്യാച്ച് ചെയ്യും. സ്ഥലത്ത് പ്രതിയില്ല, നമ്മളുടനെ പിടിക്കും. വസ്തു ഉടമയാണോയെന്ന് നമ്മൾ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അത് കൂടുതൽ വിവരങ്ങൾ പിന്നെ പറയാം. സോളാർ ഫെൻസിങ് അല്ല. സോളാർ ഫെൻസിങ് ഒരിക്കലും ഒരു മരണകാരണമാകത്തില്ല. ഒരിക്കലും അതല്ല. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.